ഇന്ന് നമ്മള് നല്ലൊരു വെറൈറ്റി രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അത് ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ വേണ്ട 2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്ന വെച്ചാൽ വേണ്ട ഒരു 3 സബോളയുണ്ട്, ഒരു വലിയ ഒരു ഇഞ്ചി കഷ്ണമാണ്, അത് അരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 കുടം വെളുത്തുള്ളി അരച്ചതാണ്. പിന്നെ ഇന്ന് ഞാൻ വെക്കുന്നത് നല്ല കാന്താരി മുളക് അരച്ചുള്ളൊരു ചിക്കൻ കറിയാണ്. മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. അപ്പൊ നമ്മുടെ കാന്താരി മുളകും ഒരു 4 തണ്ട് കരിയാപ്പിലയും കൂടെ അരച്ച നമ്മുടെ പേസ്റ്റ് ആണിത്. അതുപോലെ തന്നെ ഇത് മല്ലിയില, അതൊരു 2 ചോട് മല്ലിയില അരച്ചതാണിത്. പിന്നെ അതിനുള്ള ആവശ്യത്തിനുള്ള തൈരുണ്ട്, പിന്നെ അല്പം ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്തുള്ള ഒരു ചിക്കൻ കറിയാണ്. നമ്മൾ വഴറ്റുന്നില്ല, യാതൊന്നുമില്ല. അപ്പൊ ആദ്യം ഞാനിത് നമ്മുടെ പഴയ കൽച്ചട്ടിയിലാണ് വെക്കുന്നത്. ഇത് തനി കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണിത്. ഇതൊക്കെ പഴയ കളക്ഷനുകളാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം ഞാനിത് വഴറ്റുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ പഴയ രീതിയിലുള്ളൊരു കറിയാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കന് കടയിൽ നിന്ന് കിട്ടിയതിലും ഞാൻ പീസൊക്കെ കുറച്ചുകൂടി ചെറുതാക്കി കണ്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള, അതുപോലെ നമ്മുടെ ഇഞ്ചി പേസ്റ്റ് എല്ലാം വേണ്ട. ഇത് അതിന്റെ വെള്ളമാണ്. ഇനി നമ്മൾ വേണ്ട കാന്താരി മുളകും കറിവേപ്പിലയും കൂടെ അരച്ചതാണ്. ഇനി നമ്മുടെ വേണ്ട മല്ലിയില അരച്ചതാണ്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഇനി നമ്മൾ വേണ്ട ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ സ്പൂണിന് ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് തൈരാണ്. തൈര് നമ്മളൊരു ആവശ്യത്തിന് കണ്ടിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കുരുമുളക് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലത് പച്ചക്കുരുമുളകാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ കൊടിയേലൊക്കെ മുളകായിട്ടില്ല, തിരി വന്നിട്ടേ ഉള്ളൂ, മുളകായില്ല. അതുകൊണ്ട് ഞാൻ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി നമുക്ക് ഈ കൽച്ചട്ടിക്കകത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഈ കൽച്ചട്ടികളിലെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നല്ലപോലെ ചൂട് നിൽക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വേവിക്കണമെങ്കിൽ പകുതിയൊക്കെ വേവിച്ചിട്ട് നമുക്കിത് വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഈ കൽച്ചട്ടിയിൽ ഇരുന്ന് തന്നെ നമ്മളൊരു എന്താണ് തന്നെ ഒരു 10-20 മിനിറ്റ് നല്ലപോലെ ഇരുന്ന് തിളച്ചിരിക്കും. വേണ്ട മസാല എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് നമ്മുടെ അടുപ്പയിലാണ് വെക്കാൻ പോകുന്നത്. കാരണം കൽച്ചട്ടിയൊക്കെ ഗ്യാസില് ഒന്ന് ചൂട് പിടിച്ച് വന്നാൽ തന്നെ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് അടുപ്പിലാണ് വെക്കുന്നത്. നമുക്കിനി അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് കത്തിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഇതിനകത്ത് ഈ കൽച്ചട്ടി വെച്ചാല് നമ്മളത് വാങ്ങി വെച്ചാലും ഇരുന്ന് തിളക്കി വന്നൊരു 10 മിനിറ്റോളം ഇരുന്ന് തിളക്കി വന്ന് കണ്ടോ. നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ പെരട്ട്, നല്ല രുചിയുള്ള ചിക്കൻ കറി വെറൈറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല അസാധ്യമായ രുചിയാണ്. ഇതുപോലെ എല്ലാവരും ചിക്കൻ വാങ്ങുമ്പോൾ
ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് കാണണേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേഷൻസിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും കൂടെ ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരാം. ബൈ.